മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു ദുഃഖവാർത്ത ഏവരെയും അറിയിക്കാനുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറങ്ങിയിട്ട് 2-3 ദിവസമാകുന്നു. അതിന് പ്രത്യേക കാരണമുണ്ട്. ഞായറാഴ്ച രാജ്യത്ത് വീണ്ടും നീറ്റ് പുനഃപരീക്ഷ നടക്കുകയാണ്. എന്തെങ്കിലും പാളിച്ചകളുണ്ടോ എന്ന് ചികഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അറിയാനാണ് വ്യോമസേന ഹെലികോപ്റ്ററുകളും CRPF-ഉം CASF-ഉം സജ്ജമാണ്. പൈലറ്റില്ലാത്ത ഡ്രോണുകളെയും കേന്ദ്രം സജ്ജമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപണ വിധേയരായ NTA രാജ്യവ്യാപകമായി മോക്ക് ഡ്രില്ലുകൾ നടത്തുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മുമ്പ് നടന്ന പരീക്ഷ റദ്ദാക്കേണ്ടി വന്ന ആ ദുഃഖകരമായ പശ്ചാത്തലത്തിൽ ഇത്തവണ അതീവ സുരക്ഷയിലാണ് യുദ്ധ സന്നാഹങ്ങളൊരുക്കിയാണ് പരീക്ഷാ ഒരുക്കങ്ങൾ നടക്കുന്നത്. ചോദ്യപേപ്പറുകൾ രാജ്യത്തുടനീളം സുരക്ഷിതമായി എത്തിക്കുന്നതിനായിട്ട് ഇത്തവണ ഇന്ത്യൻ വ്യോമസേനയുടെ സഹായമാണ് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയിരിക്കുന്നത്. സുരക്ഷാ നടപടികളിൽ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിലെ സജ്ജീകരിച്ചിരിക്കുന്ന 18 നോഡൽ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റില്ലാ വിമാനങ്ങളും Mi-17 ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചാകും ചോദ്യപേപ്പറുകൾ എത്തിക്കുക. കനത്ത നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമൊക്കെയാകും ഈ നീക്കം. ചോദ്യപേപ്പറുകൾ കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവയുടെ സുരക്ഷാ ചുമതല കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് കൈമാറും. ലോക്കൽ പോലീസിന് ഒരു റോളും ഉണ്ടാകില്ല. പരീക്ഷാ നടപടികൾ പൂർത്തിയാകുന്നതുവരെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും ചോദ്യപേപ്പറുകൾക്ക് കാവൽ നിൽക്കും. ഡൽഹിയിൽ മാത്രം 97 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് നീറ്റ് പുനഃപരീക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്തെ എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളും ഡൽഹി സർക്കാരിൻ്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത സ്കൂളുകളുമൊക്കെ ഇതിനായി അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളും. മോക്ക് ഡ്രിൽ സമയം ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള അനിഷ്ട സംഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനും പരീക്ഷ സുഗമമായി ഇത്തവണയും നടപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്രയും വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ. വ്യാജ വാർത്തകളും ചോദ്യപേപ്പർ ചോർച്ചയും തടയുന്നതിൻ്റെ ഭാഗമായി ജൂൺ 22 വരെ രാജ്യത്ത് ടെലിഗ്രാം ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ പരമോന്നത കോടതി പോലും അതിന് അംഗീകാരം നൽകി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബഹിരാഷ്ട്ര കുത്തകകൾ കടന്ന് നിലവിളിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ സങ്കടം. രാഹുൽ ഗാന്ധിക്കായിരുന്നല്ലോ വിഷമം. ചോദ്യപേപ്പർ ചോർന്നു, രാജ്യത്തെ യുവാക്കൾ തെരുവിലിറങ്ങേണ്ടി വരും, യുവാക്കളെ തെരുവിലിറക്കും. അങ്ങനെ പ്രതിപക്ഷത്തിനെന്ന് പറയാൻ പറ്റില്ല, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാത്രമാണ് ഇത്തരമൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ട് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി കരുതിയതുപോലെ കാര്യങ്ങൾ നടന്നില്ല. പാർട്ടി കരുതിയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ല. വളരെ പഴുതടച്ച സുരക്ഷാ സംവിധാനത്തിൽ ഒരുപക്ഷെ രാജ്യത്ത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പോ നടക്കുന്നതിനേക്കാൾ അതീവ സുരക്ഷാ ജാഗ്രതയിലാണ് കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങൾ ഇപ്പോൾ. ഒപ്പം ഇന്ത്യൻ വ്യോമസേന കൂടി അതിൽ പങ്കാളിയാകുന്നതോടെ ആ ചോദ്യപേപ്പർ നടത്തിപ്പിൻ്റെ വിശ്വാസ്യതയെ മാറ്റ് ഇരട്ടിക്കധികമായി ഉയരുകയാണ്. എന്തായാലും ഇനി ഒരു കളങ്കത്തിന് പോലും ഇട കൊടുക്കാതെ രാജ്യത്ത് മറ്റൊരു ഇതേപോലെ കേന്ദ്രീകൃത ദേശീകൃത പരീക്ഷാ സംവിധാനങ്ങളും ഇത്തരമൊരു പിഴവില്ലാതെ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിൽ നിന്നും തുടക്കമാകുകയാണ്. മോദി സർക്കാരിന് വേണ്ടത് വിദ്യാർത്ഥികളുടെ വിശ്വാസം ആർജിക്കുക തന്നെയാണ്. കാരണം നീറ്റ് പരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷ റദ്ദാക്കിയ പരീക്ഷയിൽ കാണിച്ച ആ ഒരു പെർഫോമൻസ് ഇത്തവണ ഉണ്ടാകുമോ എന്ന് സംശയിച്ചിരുന്ന കുട്ടികൾക്കെല്ലാം വളരെ മാനസികമായി കരുത്തേകുന്നതാണ് പുതിയ സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾ. എന്തായാലും നീറ്റ് UGC പരീക്ഷ വളരെ സുഗമമായി തന്നെ മുന്നോട്ട് നടക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. രാജ്യമൊട്ടുക്ക് രാജ്യത്തെ സൈനിക വിഭാഗങ്ങൾ അതിനെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിപ്പോൾ ലോക ശ്രദ്ധ വരെ നേടിയിരിക്കുകയാണ്.